നേതൃത്വത്തിൽ ഷൊർണൂർ അറ്റ് 2030 എന്ന പേരിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ കുളപ്പുള്ളി പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സദസ്സ് ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള കടം എത്ര ശതമാനമുണ്ട് എന്ന് കണക്കാക്കുമ്പോൾ ആ നിലയിൽ ഈ കേരള സംസ്ഥാനം 8ാമത്തെ നിലയിലാണ്. 8ാമത്തേലാണ് നിൽക്കുന്നത് അർത്ഥം. 1, 2, 3, 4, 5, 6, 7 ഒക്കെ കടം വാങ്ങിയ ആളുകൾ വേറെ. അതൊക്കെ മറച്ചു വെച്ചിട്ട് കേരളം കടം കൊണ്ട് മുടിഞ്ഞു, നട്ടൽ തകർന്നു എന്ന് പറയുന്നത് എന്താ പറയുക, വിരോധാഭാസല്ലേ? എങ്ങനെ കടം വന്നത്? കള്ളു കുടിക്കാനാണ് കടം വാങ്ങിയത്? ദൂർത്തടിക്കാനാണ്, ചീട്ടടിക്കാനാണ്? അങ്ങനെയാണോ സാധാരണ വീട്ടിൽ ഒരാൾ കടം വാങ്ങി വിചാരിക്കുക? ആ കടം വാങ്ങിയിട്ട് കള്ളു കുടിച്ച് കളയാനും ദൂർത്തടിക്കാന്ന് വെച്ചാൽ ശരിയാണ്, അത് നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ കേരളം കടം വാങ്ങിയതിനാണ്. ഈ കടം വാങ്ങിയത് മൂലധന നിക്ഷേപത്തിനാണ്. ആ മൂലധന നിക്ഷേപത്തിന്റെ ഭാഗമായുള്ള കണക്കണ കൂട്ടിയാൽ പൈസ കുറെ കൂടി നമുക്ക് ഇങ്ങനെ കിട്ടാനാണ്. ഞാൻ പറഞ്ഞില്ല, വിഴിഞ്ഞം തുറമുഖത്തിന് എത്ര 1000 കോടി ചെലവാക്കി. അതുപോലെ തന്നെ നാഷണൽ ഹൈവേക്ക് എത്ര കൂടി. കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതിയാണ് ആദ്യം ആവിഷ്കരിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു സ്വാഗതം പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സൺ KM ഗംഗാധരൻ സംസ്ഥാന റിപ്പോർട്ടും നഗരസഭാ സെക്രട്ടറി PS രാജേഷ് നഗരസഭാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, P ജിഷ, KM ലക്ഷ്മണൻ, മുൻ നഗരസഭാ ചെയർമാൻമാരായ MR മുരളി, S കൃഷ്ണദാസ്, MN നാരായണൻ, CDS ചെയർപേഴ്സൺ VC സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിലേക്ക് തന്റെ ഭൂമി പതിച്ചു നൽകിയ ഡോക്ടർ CM നീലകണ്ഠനെയും ഭാര്യ ഡോക്ടർ KP ശ്രീദേവിയെയും ചടങ്ങിൽ ആദരിച്ചു. വികസന സദസ്സിന്റെ ഉദ്ഘാടനത്തിന് ശേഷം സെഷൻ ഷൊർണൂർ അറ്റ് 2030 ബന്ധപ്പെട്ട ചർച്ച നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ചർച്ചയിൽ അധ്യക്ഷനായി. 12 പാനലിസ്റ്റുകൾ അടങ്ങുന്ന സംഘമാണ് വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തത്. അതേസമയം BJPയും കോൺഗ്രസും വികസന സദസ്സിൽ നിന്നും വിയോജിപ്പ് പ്രകടിപ്പിച്ച് മാറി നിന്നു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.